അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വൈരുദ്ധ്യം പറയൽ മത്സരം ഇന്നെങ്ങാനും സംഘടിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സമ്മാനം എന്തായാലും കുരുവട്ടുപുലികൾ കൊണ്ടുപോകും. അതവർക്ക് അവകാശപ്പെട്ടതാണ്. പലപ്പോഴായിട്ട് ഞാൻ അവരുടെ വൈരുദ്ധ്യങ്ങൾ കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നും ഏറ്റവും പുതിയ വൈരുദ്ധ്യങ്ങളാണ് ഇവിടെ കാണിക്കാനിരിക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് നല്ലൊരു വെല്ലുവിളി കേട്ടു നോക്കാം. എന്തുമാത്രം മൂക്കുള്ള വെല്ലുവിളിയാണല്ലേ. ഈ വെല്ലുവിളി നടത്തിയ ഇദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും പുതിയ വൈരുദ്ധ്യം നിങ്ങൾക്ക് കേൾക്കാം. ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മൈക്ക് തീറ്റ മത്സരത്തിന് പങ്കെടുക്കുന്ന കുഞ്ഞു മുഹമ്മദും കൂടി പറഞ്ഞ വൈരുദ്ധ്യമാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യം ഈ മൗലവി തന്നെ പറയട്ടെ. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ വാർത്ത വന്നു, അങ്ങനെ ഒരു വിഷയം തന്നെ ഇല്ല, കേന്ദ്ര ഗവൺമെന്റ് അതിനെ തള്ളിക്കളയുന്നു. കഴിഞ്ഞില്ലേ? ഇത് നിമിഷപ്രിയയുടെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് നൗഷാദ് സംസാരിക്കുന്നത്. നൗഷാദ് പറഞ്ഞു വരുന്നത് മർക്കസ് ഇന്നലെ ചാനൽക്കാരോട് പറഞ്ഞതൊക്കെ സത്യമല്ല, കളവാണ്, അത് കേന്ദ്രം നിഷേധിച്ചതെന്നാണ്. എന്നാൽ ഇദ്ദേഹത്തിന് മറുപടി ആരാ പറയുന്നത്? ഇദ്ദേഹത്തിൻ്റെ ഒപ്പം നടക്കുന്ന സാക്ഷാൽ തൊഴിയൂർ കുഞ്ഞു മുഹമ്മദ് മൗലവിയാണ്. ആ മൗലവി പറയുന്നത് നിങ്ങൾ കേട്ടു നോക്ക്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അത്തരമൊരു നീക്കം നടത്തി അതിനൊരു ശുഭസൂചന വരുന്നു എന്ന് കേൾക്കുമ്പോഴേ കൂടനെ പറയാ, ഇതോ ഞങ്ങളെ ഓഫീസിൽ നിന്ന് വിവരം കിട്ടിയിട്ടുണ്ട്, ആയതുകൊണ്ട് ഇതാ റദ്ദാക്കിയിരിക്കുന്നു. ഇവിടെ കുഞ്ഞു മുഹമ്മദ് മൗലവി എന്താ പറയുന്നത്? നൗഷാദ് പറഞ്ഞത് കേന്ദ്രത്തിലെ അറിയിപ്പ് വന്നത് എന്താ, അങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടേ ഇല്ല. ഇയാൾ പറയുന്നതോ കേന്ദ്രത്തിൽ നിന്നുമുള്ള ശുഭസൂചന കിട്ടുമെന്ന് കണ്ടപ്പോൾ മർക്കസ് അത് പുറത്തുവിട്ടു എന്നാണ്. സ്റ്റേജിൽ നിന്നും പറയുന്ന പ്രസംഗമാണിത്. എത്തപ്പക്കഥ. ഇവർ ഈ കോലത്തിലാണ്. ഇവർക്കിടയിൽ തന്നെ ഐക്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യം എന്താണെന്ന് നോക്കി നടക്കുകയാണ്. ഇനി മറ്റൊരു ഉദാഹരണം കൂടി കാണിച്ചു തരാം. നിമിഷപ്രിയ ആരാണെന്ന് ഇവരുടെ കൂട്ടത്തിലുള്ള സമദ് മൗലവി അദ്ദേഹം പറയുന്നത് കേട്ടു നോക്ക്. ഗ്രാൻഡ് ക്രിമിനലായിട്ടുള്ള ഒരു പെണ്ണിനെ ഏറ്റി നടക്കേണ്ട ഗതി. അപ്പോൾ സമദ് മൗലവി പറഞ്ഞെന്താണ്? നിമിഷപ്രിയ ഒരു ഗ്രാൻഡ് ക്രിമിനലാണ്, അതിനെ ഏറ്റി നടക്കുന്ന അവസ്ഥയിലാണ് നമ്മളുള്ളത്രേ. എന്നാൽ നമ്മളാണോ ഉള്ളത്? അല്ല, നിങ്ങളെ കൂട്ടത്തിലൊപ്പം നടക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി എല്ലാ നിലക്കും ഒച്ചപ്പാടുന്ന നിങ്ങളെ മൗലവി പറയട്ടെ. മൗലവി കുഞ്ഞു മുഹമ്മദേ, ഒന്ന് പറഞ്ഞു കൊടുക്കുക. നിമിഷപ്രിയ എന്ന് പറയുന്ന ആ ഇന്ത്യ രാജ്യത്തൊരു പൗര, ആ പെൺകുട്ടി യമൻ ആ കുടുംബത്തിന്റെ ഔദാര്യം പറ്റിക്കൊണ്ട് അവർ മാപ്പ് കൊടുത്തുകൊണ്ട് രക്ഷപ്പെട്ട് നാട്ടിലേക്ക് എത്തുകയാണെങ്കിൽ സന്തോഷത്തോടെ അറിവ് കടന്നു വരട്ടെ. നമുക്കതിൽ സന്തോഷമാണ്, മംഗളമാണ്. അതിന്റെ കുഞ്ഞു മുഹമ്മദ് മൗലവി യഥാർത്ഥത്തിൽ ഇതാർക്ക് കൊടുത്ത മറുപടി എന്നറിയില്ലേ? സ്വമദിന് കൊടുത്ത മറുപടിയാണ്. സ്വമദ് എന്താ പറഞ്ഞത്? ക്രിമിനലാണ്. ഇയാളെന്താ പറയുന്നത്? നിമിഷപ്രിയ എന്ന സഹോദരി നാട്ടിലണഞ്ഞു കിട്ടുന്നത് നമുക്ക് സന്തോഷമാണ്, മംഗളമാണ് അല്ലേ? എന്തൊരു സന്തോഷത്തോടെ അദ്ദേഹം പറയുന്നത്. മറ്റേ ആളോ? അപ്പോൾ ഇവർക്കിടയിൽ പോലും ആകെ 3 മൈക്കകളേ ഉള്ളൂ. ഈ മൈക്കകൾക്കിടയിൽ പോലും ഒരു യോജിപ്പില്ലാതെ ഈ കോലത്തിൽ പോകാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അതിൻ്റെ കാരണം നിങ്ങൾ കേട്ടു നോക്ക്. അവരുടെ കഴുതകളായി ജീവിക്കാൻ അല്ലാഹു ശൈഖുനയുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അവിടുത്തെ ദറജ ഉയർത്തണേ അല്ലാഹ്. അവിടുത്തെ അടിമകളിൽ, അവിടുത്തെ പാവപ്പെട്ട കഴുതകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഈ ഒരു പ്രാർത്ഥനയാണ് ഇവരെ കൊണ്ടുപോയി ഇത്രക്കും വലിയ അബദ്ധത്തിലേക്ക് എത്തിച്ചത്. എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ കഴുത പ്രാർത്ഥന? കഴുതകളാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഇവർക്ക് വല്ല ബുദ്ധിയും ഉണ്ടാകുമോ? അങ്ങനെ ബുദ്ധി നഷ്ടപ്പെട്ടാൽ ഇവരുടെ വെല്ലുവിളിയൊക്കെ എങ്ങനെയായിരിക്കുമെന്ന് ബോധ്യപ്പെടാൻ വേണ്ടി ഒരു ക്ലിപ്പ് കൂടി ഞാൻ കാണിക്കുകയാണ്. നിങ്ങളുടെ അടിത്തറ ഇളക്കിയിട്ട് ഈ സംഘം ഈ മഹത്തായ പോരാട്ടം അവസാനിപ്പിക്കും.